blessing today. ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ എപ്പിസോഡ് നമുക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കുന്നത് 3 പേർ കൂടി ചേർന്നിട്ടാണ്. ഒന്ന് ബഹ്റിനിൽ നിന്ന് സാവിത്രി മോഹൻദാസ്, അവരുടെ മകൾ സ്മിതയുടെ ബർത്ത്ഡേ ആണ് വരാൻ പോകുന്ന 25-ാം തീയതി. അതുപോലെ തന്നെ രണ്ടാമതായിട്ട് മുംബൈയിൽ നിന്ന് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്തൊരു വ്യക്തിയാണ്. മൂന്നാമതായിട്ട് കൊച്ചിയിൽ നിന്ന് ജേക്കബ് ആൻഡ് ധന്യ. ഇന്നലെ അവരുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. ബിലൈറ്റഡ് ഹാപ്പി ആനിവേഴ്സറി. അപ്പോൾ തന്നെ നമ്മൾ ഒരുമിച്ച് ചേർന്ന് ഈ കുടുംബങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. സാവിത്രി മോഹൻദാസിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തൻ്റെ മകളുടെ കർത്താവെ ബർത്ത്ഡേ ദിനത്തിൽ അവളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കുഞ്ഞുങ്ങളെയും കർത്താവെ അനുഗ്രഹിക്കണമേ. കൊച്ചുമക്കളെ ഞങ്ങളിപ്പോൾ ചേർന്ന് അനുഗ്രഹിക്കുന്നു. ആരോഗ്യവും ബലവും ഉണ്ടാകട്ടെ. മുംബൈയിൽ നിന്ന് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ, ദൈവമേ അവരുടെ ജോലിയിൽ, അവരുടെ ബിസിനസ്സിൽ നല്ലൊരു വളർച്ച അങ്ങ് കൊടുക്കണമേ കർത്താവെ. അതുപോലെ തന്നെ എത്രയും പെട്ടെന്ന് വിവാഹം നടക്കുവാനായി ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ ജേക്കബിനും ധന്യയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇന്നലെ അവരുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അവരുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ. നല്ല ആരോഗ്യമുണ്ടാകട്ടെ, ദീർഘായുസ് ഉണ്ടാകട്ടെ, എല്ലാവിധ അനുഗ്രഹങ്ങളും അവർക്കുണ്ടാകട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. ദൈവമേ ജേക്കബിന് കർത്താവെ നല്ല രീതിയിൽ കർത്താവെ CMI എക്സാം ഈ ജൂണിൽ നടക്കാൻ പോകുന്ന നല്ല രീതിയിൽ പെർഫോം ചെയ്യുവാൻ, നല്ലൊരു വിജയം നേടിയെടുക്കുവാൻ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. കുറേ വർഷങ്ങളായി സെൻറ്ററിൽ വരുന്നു. നല്ല അനുഗ്രഹമുള്ള പ്രാർത്ഥനയും ഇന്നത്തെ മീറ്റിംഗ്. പിന്നെ ഷംസിസ്റ്ററിയും പിന്നെ ഡാമിമ്പറും നല്ലൊരു മെസ്സേജ് ആയിരുന്നു ഇന്നത്തെ. ഇപ്പോൾ ബ്രദർ ഡാമിയൻ നൽകിയ സന്ദേശത്തിന്റെ ഒരു ഭാഗം നിങ്ങളുടെ അനുഗ്രഹത്തിനായി. When you are in gloom, when you are in pitch darkness, when you are surrounded by so many problems and troubles and tribulations and trials in your life, remember there is a silver lining, and that is the promise of God. ഓർക്കുക, നിങ്ങൾ വളരെ കൂരിരുട്ടിനകത്തായിരിക്കുമ്പോൾ, നിരാശയ്ക്കകത്തായിരിക്കുമ്പോൾ, പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, പ്രതിസന്ധികൾ നിങ്ങളെ മൂടുമ്പോൾ, ഓർക്കുക ദൈവത്തിന്റെ വാഗ്ദാനമായ വെള്ളി രേഖകൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ട്. കേട്ട് അനുഗ്രഹം പ്രാപിക്കുവിൻ. Today we are going to share a very wonderful special message. ഇന്ന് ഞാൻ നിങ്ങളോട് വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ് പങ്കുവയ്ക്കാൻ പോകുന്നത്. And I believe all of you will take down notes. അത് ഞാൻ വിശ്വസിക്കുന്ന എല്ലാവരും നോട്ടുകൾ എഴുതി എടുക്കുന്നുണ്ട്. Because this message will help you someday or other in your life. കാരണം ഈ സന്ദേശങ്ങൾ ഈ ദിവസങ്ങളിൽ അല്ലെങ്കിൽ മറ്റൊരു ദിവസത്തിൽ ഏതെങ്കിലും വിധത്തിൽ നിങ്ങളെ സഹായിച്ചിരിക്കും. The title of today's message is What to Do in the Most Difficult Situations of Life. ഇന്നത്തെ സന്ദേശത്തിന്റെ തലക്കെട്ട് ഇതാണ്: നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രയാസമേറിയ അവസ്ഥകളിൽ നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? We all will go through difficult situations in life. നാം എല്ലാവരും വളരെ പ്രയാസമേറിയ അവസ്ഥകളിലൂടെ കടന്നു പോകുന്നവരാണ്. Some of the difficulties we will easily overcome. ചില പ്രയാസമുള്ള അവസ്ഥകൾ വളരെ പെട്ടെന്ന് നാം മറികടക്കുന്നവരാണ്. But there will come some Gethsemanes and Calvaries. എന്നാൽ ചില സമയങ്ങളിൽ ചില ഗെത്സെമനയുടെ അനുഭവങ്ങളും കാൽവരിയുടെ അനുഭവങ്ങളും നമുക്കുണ്ടാകാറുണ്ട്. Overwhelming experiences where we don't know what to do, we become really helpless. എന്താണ് ചെയ്യേണ്ടത് എന്നറിയാൻ പറ്റാത്ത വിധത്തിൽ നിസ്സഹായരായി പോകുന്ന വിധത്തിലുള്ള അവസ്ഥകൾ. It could be a financial situation. ഒരുപക്ഷെ അതൊരു സാമ്പത്തിക പ്രശ്നമാകാം. You are urgently very badly in need of money. ഒരുപക്ഷെ പണം വളരെ അത്യാവശ്യമായി നിങ്ങൾക്ക് കിട്ടിയേ തീരൂ എന്നുള്ള അവസ്ഥ. There is no opening at all. എന്നാൽ ഒരു വാതിലും തുറക്കാത്തതുപോലുള്ള അവസ്ഥ. It could be a relationship issue. ഒരുപക്ഷെ ബന്ധങ്ങളിലുള്ള പ്രശ്നങ്ങളാകാം. And you don't know how to mend it, you don't know how to repair that relationship, you don't know how to patch it up. എങ്ങനെയാണ് ഈ ബന്ധത്തെ ഒന്ന് കൂട്ടിച്ചേർക്കേണ്ടത്, എങ്ങനെയാണ് ഇത്രയും സങ്കീർണമായ ഈ പ്രശ്നത്തെ, ഈ ബന്ധത്തിലെ പ്രശ്നത്തെ കൈകാര്യം ചെയ്യേണ്ടത് എന്നോർത്ത് നിങ്ങൾ ഭാരപ്പെടുന്നുണ്ടായിരിക്കും. Remember, all of us who are living in this world, one day or other, sometime or other, we all have to go through such difficult situations in life. എന്നാൽ ഓർക്കുക, ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന എല്ലാ വ്യക്തികളും ഒരു ദിവസം അല്ലെങ്കിൽ മറ്റൊരു ദിവസത്തിൽ, ഒരവസരത്തില്ലെങ്കിൽ മറ്റൊരു അവസരത്തിൽ എല്ലാവരും തന്നെ ഇത്തരത്തിലുള്ള പ്രതിസന്ധികളിലൂടെ, പ്രശ്നങ്ങളിലൂടെ കടന്നു പോകേണ്ടവരാണ്. But the truth of the matter is that many times we don't know what to do when we are facing
the most difficult crisis in our life. എന്നാൽ ഇത്തരത്തിൽ ഏറ്റവും പ്രയാസമേറിയ ഈ അവസരങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ് ആ സമയത്ത് നാം എടുക്കേണ്ട നിലപാട് എന്നതിനെക്കുറിച്ച് പലപ്പോഴും നമുക്ക് അറിവില്ലാതെ പോകുന്നു. Many people are surprised why this thing happened to me. എന്തുകൊണ്ടാണ് ഈ കാര്യം എനിക്ക് സംഭവിച്ചത് എന്നോർത്ത് പല ആളുകളും അത്ഭുതപ്പെടുകയാണ്. Some people think that this is because of my sins. ചില ആളുകൾ ചിന്തിക്കുന്നത് എന്റെ പാപനിമിത്തമായിരിക്കും. Of course, there are some situations like that where we go through the consequences of our sins. നിശ്ചയമായിട്ടും ചില സമയങ്ങളിൽ പാപത്തിന്റെ പരിണിത ഫലത്തിലൂടെ നാം കടന്നു പോകേണ്ടതായിട്ടുണ്ട്. But sometimes that is not the truth. എന്നാൽ ചില സമയങ്ങളിൽ അതല്ല സത്യം. One day Jesus asked his disciples to cross over and go to the other part of the sea. ഒരു ദിവസം യേശു തന്റെ ശിഷ്യന്മാരോട് ഗലീലയുടെ കടൽ കടന്നിട്ട് അതിന്റെ അക്കരയ്ക്ക് പോകുവാനായിട്ട് താൻ ആവശ്യപ്പെട്ടു. And the disciples just obeyed Jesus. ശിഷ്യന്മാർ അദ്ദേഹത്തെ പരിപൂർണമായും And അനുസരിച്ചു. as they were sailing, അവർ അങ്ങനെ യാത്ര a ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ great tempest blew at them. ഒരു വലിയ കൊടുങ്കാറ്റ് അവർക്ക് നേരെ ആഞ്ഞടിച്ചു. Why? എന്തുകൊണ്ട്? They were obeying the command of Jesus. കാരണം അവർ ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കുകയായിരുന്നു. They did not commit any sin. അവർ ഒരു പാപവും ചെയ്തില്ലായിരുന്നു. They were living in obedience to the commandment of Jesus, but still they were experiencing a tempest. ഓർക്കുക, യേശു കർത്താവ് കൽപ്പിച്ച കൽപ്പന അനുസരിച്ച് ജീവിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് അവർക്ക് ഇത്രയും വലിയൊരു കൊടുങ്കാറ്റിനെ അഭിമുഖീകരിക്കേണ്ടതായി It വന്നത്. can happen to our lives also. ഇത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്നതാണ്. We are obeying God. നാം ദൈവത്തെ We are അനുസരിക്കുന്നു, praying. നമ്മൾ But പ്രാർത്ഥിക്കുന്നു. suddenly situations turn around എന്നാൽ പെട്ടെന്ന് പ്രശ്നങ്ങൾ നമുക്കെതിരെ തിരികെയാണ്. and we don't know where we are. എവിടെയാണ് നാം ഇപ്പോൾ ആയിരിക്കുന്നത് എന്ന് പോലും അറിയാത്ത അവസ്ഥ. We are surprised. What is happening to me? എന്താണ് എനിക്ക് സംഭവിക്കുന്നത് ഓർത്ത് നാം അത്ഭുതപ്പെടുന്ന അവസ്ഥ. The whole hell is let loose on me. എല്ലാം നരകത്തിന്റെ പ്രശ്നങ്ങളും എന്റെ ജീവിതത്തിൽ വന്ന് ആഞ്ഞടിക്കുകയാണോ എന്ന് ചിന്തിക്കുന്ന പ്രശ്നങ്ങൾ. Is God against me? ദൈവം എനിക്ക് എതിരാണോ? Has God given me up? ദൈവം എന്നെ കൈവിട്ടുവോ? So what is happening? We are puzzled and perplexed. ആ സമയത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ ആശയക്കുഴപ്പത്തിൽ നാം ആയിരിക്കുന്നു. Take your Bibles, take your notebooks. നിങ്ങളുടെ ബൈബിളുകൾ ഇപ്പോൾ തുറക്കുക, നിങ്ങളുടെ നോട്ട്ബുക്കുകൾ ഈ സമയത്ത് തുറക്കുക. I'm going to give you some action steps that you can take when you face a very difficult situation like this. നിങ്ങളുടെ ജീവിതത്തിൽ വളരെ പ്രയാസകരമായ അവസ്ഥകൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് എടുക്കുവാൻ സാധിക്കുന്ന പ്രായോഗികപരമായ ചില പടികൾ ഞാൻ നിങ്ങൾക്ക് നൽകാൻ പോകുകയാണ്. Write down number 1. ഒന്നാമത്തേത് ഇപ്പോൾ എഴുതിയെടുക്കുക. Remember God's faithfulness in the past. കഴിഞ്ഞ നാളുകളിലെ ദൈവത്തിന്റെ വിശ്വസ്തതയെ ഓർക്കുക. We are in a very difficult situation. നാം ഇപ്പോൾ വളരെ ബുദ്ധിമുട്ടുള്ള അവസ്ഥയിലാണ്. We don't know what will happen next. അടുത്തത് എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയില്ല. We may be thinking that darkness has encircled us. ഒരുപക്ഷെ നാം ചിന്തിക്കും, കൂരിരുട്ട് എന്നെ മൂടിയിരിക്കുന്നു, We cannot see anything. ഒന്നും എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. But remember the faithfulness of God in your past. എന്നാൽ ഓർക്കുക, കഴിഞ്ഞ നാളുകളിലെ ദൈവത്തിന്റെ വിശ്വസ്തത ഓർക്കുക. In the Bible, especially in the book of Psalms, ബൈബിളിൽ they are replete with stories of God's faithfulness in the past or in the past generations. ബൈബിളിൽ പ്രത്യേകിച്ച് സങ്കീർത്തനങ്ങളുടെ പുസ്തകങ്ങളിൽ കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം ചെയ്ത അത്ഭുതത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. There are 150 Psalms. ഏതാണ്ട് 150 സങ്കീർത്തനങ്ങളാണ് ബൈബിളിലുള്ളത്. In many of the Psalms, they are again and again, repeatedly, they are writing lyrics and orchestrating music to praise and thank what God did in the past. ഓരോ സങ്കീർത്തനങ്ങൾ നാം നോക്കിയാലും കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം അവർക്ക് ചെയ്ത നന്മകൾ പല പ്രാവശ്യം വീണ്ടും വീണ്ടും അവർ എഴുതുകയും അതുപോലെ പാടുകയും അതിൽ സംഗീത സംവിധാനം നടത്തിക്കൊണ്ട് അത് പാടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. And many of these psalms we are singing even today. Many of the lyrics, modern lyrics, they have been taken from Psalms. ഈ കാലഘട്ടത്തിലെ പാട്ടുകളിലെ പല വരികളും ഈ സങ്കീർത്തനങ്ങളിൽ നിന്ന് എടുത്തിട്ടുള്ള വരികളാണ്. I'm going to give you one or two samples. ഞാൻ ഒന്ന് രണ്ട് സാമ്പിളുകൾ ഈ സമയത്ത് തരാൻ പോകുകയാണ്. Psalm 105, സങ്കീർത്തനം 105 verses 5 and 6. അതിന്റെ 5-6 വചനങ്ങൾ. Remember the wonders he has done, his miracles.
and the judgments he pronounced. You, his servants, the descendants of Abraham, his chosen ones, the children of Jacob. അവിടെ എഴുതിയിരിക്കുന്ന അവൻ ചെയ്ത അത്ഭുതങ്ങളും അവന്റെ അടയാളങ്ങളും അവന്റെ വായുടെ ന്യായവിധികളും ഓർത്തുകൊള്ളുവിൻ. അവന്റെ ദാസനായ അബ്രഹാമിന്റെ സന്തതിയും അവൻ തിരഞ്ഞെടുത്ത യാക്കോബിൻ മക്കളുമായുള്ളവരേ. Meaning, you have to remember the wonders he has done in the past. അതിന്റെ അർത്ഥം കഴിഞ്ഞ നാളുകളിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതങ്ങളെ നാം ഓർമ്മിക്കണം. Hallelujah. ഹല്ലേലൂയ. So when we read Psalm 103, 103-ാമത്തെ സങ്കീർത്തനം നാം വായിച്ചാൽ the psalmist is saying, bless the Lord, O my soul, and forget not his benefits. അവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത് എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. So the human nature is that we easily forget what God has done in the previous years. കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം ചെയ്തു തന്ന നന്മകൾ വേഗത്തിൽ മറക്കുക എന്നുള്ളത് മനുഷ്യ സ്വഭാവമാണ്. But psalmist is speaking to himself, admonishing himself to remember, recollect the things God had done in his own life. എന്നാൽ ഈ സങ്കീർത്തനക്കാരൻ തന്നെ ഓർമ്മിപ്പിച്ച് ഉണർത്തുന്നത് ദൈവം ചെയ്ത ഉപകാരങ്ങൾ ഒരിക്കലും മറക്കരുത് എന്ന് പറഞ്ഞിട്ടാണ്. Let's go fast backward and reach Exodus chapter 10 and verse number 2. ഈ സമയത്ത് വളരെ പെട്ടെന്ന് നമുക്ക് പുറകിലേക്ക് ഒരു വലിയൊരു യാത്ര നടത്താം. പുറപ്പാട് പുസ്തകം 10-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വചനത്തിലേക്ക് വന്നാൽ That you may tell your children and grandchildren how I dealt harshly with the Egyptians and how I performed my signs among them, that you may know that I am the Lord. ഞാൻ മിസ്രയീമിൽ പ്രവർത്തിച്ച കാര്യങ്ങളും അവരുടെ മധ്യേ ചെയ്ത അടയാളങ്ങളും നീ നിന്റെ പുത്രന്മാരോടും പൗത്രന്മാരോടും വിവരിക്കേണ്ടതിനും ഞാൻ യഹോവ ആകുന്നുവെന്ന് നിങ്ങൾ അറിയേണ്ടതിനും God is actually giving them a commandment, and in the commandment he says you have to tell your children and grandchildren what I did for you. ഇവിടെ ദൈവം ഒരു കൽപ്പന തന്റെ ജനത്തിന് നൽകിയാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ, അത്ഭുതങ്ങൾ, അടയാളങ്ങൾ നിന്റെ മക്കളോടും നിന്റെ കൊച്ചുമക്കളോടും നീ വിവരിച്ചു പറയണം. I must share, I must describe what all things God did in my life to my children and my grandchildren. എൻ്റെ ജീവിതത്തിൽ ദൈവം എനിക്ക് ചെയ്തു തന്ന അത്ഭുതങ്ങൾ, ദൈവം ചെയ്ത പ്രവർത്തികൾ ഞാൻ എൻ്റെ മക്കളോടും എൻ്റെ കൊച്ചുമക്കളോടും ഞാൻ നിർബന്ധമായും പങ്കുവെക്കണം. All parents listen to me, all grandparents listen to me. This is a commandment from the Lord. What all things we have experienced with the Lord, we have to transfer those stories to our posterity. ഇവിടെ ഇരിക്കുന്ന എല്ലാ മാതാപിതാക്കളോടും അപ്പോൾ തന്നെ എല്ലാ അമ്മൂമ്മ അപ്പൂപ്പന്മാരോടും ഈ സമയത്ത് ഞാൻ പറയട്ടെ, ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത വ്യക്തിപരമായ കുടുംബത്തിൽ ചെയ്ത അത്ഭുതങ്ങൾ ഏതൊക്കെയാണ് അതെല്ലാം നിങ്ങളുടെ മക്കളോട്, നിങ്ങളുടെ കൊച്ചുമക്കളോട് പങ്കുവെക്കേണ്ട കൽപ്പന ദൈവം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. If you agree to that, shout hallelujah. സമ്മതിക്കുന്നവരുണ്ടെങ്കിൽ എല്ലാ ബ്ലെസ്സിംഗ് സെന്ററുകളിലും കൈകൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാലോ. Now let's go fast forward and reach the book of Isaiah. ഇനിയിപ്പോൾ വളരെ വേഗത്തിൽ നമ്മൾ മുന്നോട്ട് കുതിക്കുകയാണ്. യെശയ്യാവിന്റെ പ്രവചനത്തിലേക്ക് വന്നാൽ Chapter number 38, അതിന്റെ 38-ാമത്തെ അധ്യായം verse number 19. അതിന്റെ 19-ാമത്തെ വചനം. It reads, the living, they praise you as I am doing today. Parents tell their children about your faithfulness. അവിടെ എഴുതിയിരിക്കുന്നത്, ഞാൻ ഇന്ന് ചെയ്യുന്നത് പോലെ ജീവനുള്ളവൻ മാത്രം നിന്നെ സ്തുതിക്കും, പിതാവ് മക്കളോട് നിന്റെ വിശ്വസ്തതയെ അറിയിക്കും. So it's mandatory for all the parents to describe what they have experienced from the Lord. They have to narrate the stories of God's wonders and miracles, their testimonies to their children and children's children. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചെയ്തു തന്ന കാര്യങ്ങൾ, അത്ഭുതങ്ങൾ, അടയാളങ്ങൾ അത് നിങ്ങളുടെ മക്കളോടും കൊച്ചുമക്കളോടും വിവരിച്ചു പറയുക എന്നുള്ളത് അത് നിർബന്ധപൂർവമായ ഒരു കാര്യമാണ്. A few years back somebody was telling, ചില വർഷങ്ങൾക്ക് മുമ്പ് ആരോ ഒരാൾ പറഞ്ഞു, in every house there should be a book, special book called
the book of remembrance. എല്ലാ വീടുകളിലും ഒരു പ്രത്യേക പുസ്തകം ഉണ്ടായിരിക്കണം. അത് ഓർമ്മയുടെ പുസ്തകമായിരിക്കണം. The book of remembrance is there with God. That is God's book of remembrance. But in every family, every home, there should be a book called the book of remembrance. ഓർമ്മയുടെ അഥവാ സ്മരണയുടെ പുസ്തകം എന്ന പേരിൽ ഒരു പുസ്തകം സ്വർഗ്ഗത്തിൽ ദൈവത്തിന്റെ അടുക്കലുണ്ട്. പക്ഷെ അത് മാത്രമല്ല, ഓരോ കുടുംബങ്ങളിലും ഓരോ ഭവനങ്ങളിലും ഇത്തരത്തിലൊരു ഓർമ്മയുടെ പുസ്തകം It ഉണ്ടായിരിക്കണം. could be a diary. അതൊരു പക്ഷെ ഒരു ഡയറി ആയിരിക്കാം. So when the family receives a special blessing, a special miracle from the Lord, a special breakthrough from the Lord, somebody in the family has to record it with date. ഒരു കുടുംബത്തിനകത്ത് ഒരു നന്മ ദൈവത്തിൽ നിന്ന് ലഭിച്ചു കഴിഞ്ഞാൽ ആ കുടുംബാംഗങ്ങളിൽ ഒരാൾ അത് അവിടെ രേഖപ്പെടുത്തി വെക്കണം. Hallelujah. Hallelujah. So maybe many years later, when they read, it will really strengthen the faith of the family. ഒരു പക്ഷേ ചില വർഷങ്ങൾക്ക് ശേഷം അവരത് വായിക്കുകയാണെങ്കിൽ അവരുടെ വിശ്വാസത്തെ അത് ബലപ്പെടുത്തുവാൻ സാധിക്കും. At least individually they have to keep, if they are not keeping as a family. ഒരു പക്ഷേ കുടുംബമായിട്ട് അത് സൂക്ഷിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ വ്യക്തിപരമായി പോലും ഇത്തരത്തിലൊരു പുസ്തകം നമുക്ക് സൂക്ഷിക്കാൻ സാധിക്കും. Maybe after you listening to this message, you can start a book today. ഒരു പക്ഷേ ഈ ഒരു സന്ദേശം നിങ്ങൾ കേട്ടതിന് ശേഷം ഇത്തരത്തിലുള്ള ഒരു പുസ്തകം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് തുറക്കാൻ സാധിക്കും. Hallelujah. Hallelujah. Now that is number one. You have to remember what all things God did in your past as miracles to support you, as answer to your prayers, some healings, anything that you have experienced, that you have to recollect when you are in a crisis. അതുകൊണ്ട് കഴിഞ്ഞ നാളുകളിൽ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതമാകട്ടെ, ഒരു അടയാളമാകട്ടെ, ഒരു അനുഗ്രഹമാകട്ടെ, ഒരു വിടുതലാകട്ടെ, ഒരു രോഗസൗഖ്യമാകട്ടെ ദൈവം നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും മറക്കാതെ പ്രശ്നങ്ങളെ നിങ്ങൾ അഭിമുഖീകരിക്കുമ്പോൾ കഴിഞ്ഞ നാളുകളിലെ ദൈവത്തിന്റെ ഈ അത്ഭുതത്തെ ഓർക്കുക. That is step number one. അതാണ് ഒന്നാമത്തെ പടി. Number two, hold on to God's promises. രണ്ടാമത്തെ പടി എന്നുള്ളത് ദൈവിക വാഗ്ദാനങ്ങളെ പിടിച്ചുകൊള്ളുക. Hallelujah. ഹല്ലേലൂയ. If you take this Bible, നിങ്ങൾ ഈ ബൈബിൾ എടുക്കുകയാണെങ്കിൽ there are more than 7,000 promises in the Bible. ബൈബിളിൽ ഏതാണ്ട് 7,000-ൽ അധികം വാഗ്ദാനങ്ങളുണ്ട്. My God, hundreds and hundreds of promises are there in every page of the Bible. ഓർക്കുക, നൂറുകണക്കിന് വാഗ്ദാനങ്ങളാണ് ഈ ബൈബിളിലെ ഓരോ പേജുകളിലും ആലേഖനം ചെയ്തിരിക്കുന്നത്. Hallelujah. ഹല്ലേലൂയ. And every promise of God is a silver lining in the clouds that try to cover us. ദൈവത്തിന്റെ ഓരോ വാഗ്ദാനങ്ങൾ എന്നുള്ളത് നമ്മെ മൂടുന്ന കാർമേഘത്തിലെ വെള്ളിരേഖകൾ പോലെയാണ്. Hallelujah. ഹല്ലേലൂയ. So even in the darkest cloud, as I told you a couple of weeks back, there will be a silver lining. ഓർക്കുക, ചില ആഴ്ചകൾക്ക് മുൻപ് ഞാൻ നിങ്ങളോട് സംസാരിച്ച കാര്യം നിങ്ങളോട് വീണ്ടും പറയട്ടെ. ഏറ്റവും കറുത്ത കാർമേഘത്തിനിടയിൽ പോലും ഒരു വെള്ളിരേഖയുടെ അനുഭവമുണ്ട്. What is the silver lining? എന്താണ് വെള്ളിരേഖ? That is the promises of God. അത് ദൈവത്തിന്റെ വാഗ്ദാനമാണ്. So when you are in gloom, when you are in pitch darkness, when you are surrounded by so many problems and troubles and tribulations and trials in your life, remember there is a silver lining, and that is the promise of God. ഓർക്കുക, നിങ്ങൾ വളരെ കൂരിരുട്ടിനകത്തായിരിക്കുമ്പോൾ, നിരാശയ്ക്കകത്തായിരിക്കുമ്പോൾ, പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, പ്രതിസന്ധികൾ നിങ്ങളെ മൂടുമ്പോൾ, ഓർക്കുക, ദൈവത്തിന്റെ വാഗ്ദാനമായ വെള്ളി രേഖകൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ട്. Hallelujah. ഹല്ലേലൂയ. So this entire book, the Bible, is a box full of promises. അതുകൊണ്ട് ഈ പുസ്തകം എന്ന് പറയുന്നത് വാഗ്ദാനങ്ങൾ കൊണ്ട് നിറയപ്പെട്ട ഒരു വാഗ്ദാനപ്പെട്ടിയാണ്. ഇപ്പോൾ നിങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനായി മനുഷ്യരെല്ലാം പരാജയപ്പെട്ട ഇടത്ത് അന്ന് പ്രാർത്ഥിച്ചപ്പോൾ തൻ്റെ ശരീരത്തിലേക്ക് ഇറങ്ങിയ ദൈവ സാന്നിധ്യം തന്നെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്ന മൂത്രാശയ സംബന്ധമായ രോഗത്തെ എന്നേക്കുമായി യേശു കർത്താവ് എടുത്തു മാറ്റി പൂർണ്ണ സൗഖ്യം കൊടുത്തു. ദൈവം ചെയ്ത അത്ഭുത സാക്ഷ്യം കാണാവുന്നതാണ്. ബ്രദർ, ഈ നിൽക്കുന്ന സിസ്റ്ററിൻ്റെ പേര് സുനിത.
മോഹൻദാസ് എന്നാണ്. നീണ്ട 5.5 വർഷക്കാലം മൂത്രാശയ സംബന്ധമായ രോഗത്താൽ താൻ വല്ലാതെ ബുദ്ധിമുട്ടിയിരുന്നു. സിസ്റ്റർ പറഞ്ഞത് ഇങ്ങനെയാണ്, തനിക്ക് അതിശക്തമായ വേദന ഉണ്ടാകുമായിരുന്നു. പിന്നെ വല്ലാതെ ഒരു കടച്ചിൽ പോലെ, അതായത് വല്ലാത്തൊരു അനുഭവമായിരുന്നു. അനേക ഡോക്ടർമാരെ കണ്ടു, പലവിധമായ ചികിത്സകൾ നടത്തി. രാത്രി സമയങ്ങളിൽ വൈകുന്നേരം ആകുമ്പോഴാണ് ഈ പ്രശ്നം കൂടുതലായി വരുന്നത്. അതിശക്തമായ വേദന വരുമ്പോൾ നേരെ ഹോസ്പിറ്റലിലേക്ക് പോകും. സിസ്റ്റർ പറഞ്ഞാൽ ചിലപ്പോൾ 7 ദിവസം നീണ്ട് അഡ്മിറ്റായി കിടക്കും, അല്ലെങ്കിൽ 15 ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരിക്കും. ആ സമയത്ത് അവർ ഗുളികൾ കൊടുക്കും, ആൻറ്റിബയോട്ടിക് ഇഞ്ചക്ഷൻ കൊടുക്കും. കുറച്ച് കുറയുമ്പോൾ വീട്ടിൽ വരും. പക്ഷെ ഇത് മാറില്ല, ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ആ സമയത്താണ് ഈ സിസ്റ്റർ കഴിഞ്ഞ പ്രാവശ്യം ഈ കുന്നംകുളത്ത് വെച്ച് നടന്ന ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിൽ വന്നിരുന്നു. അന്ന് പ്രാർത്ഥനയിലെല്ലാം പങ്കെടുത്തു. ഏറ്റവും അവസാനം ബ്രദർ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് സിസ്റ്ററും ക്യൂവിൽ വന്ന് നിന്നിരുന്നു. അപ്പോൾ ക്യൂവിൽ വന്ന് ബ്രദറിൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കുവാൻ വേണ്ടി ബ്രദറിൻ്റെ തൊട്ടു മുമ്പിൽ വന്ന് നിന്നു. ബ്രദർ തലയിൽ കഴിച്ചു പ്രാർത്ഥിച്ചു. പ്രാർത്ഥിക്കുന്ന സമയത്ത് സിസ്റ്റർ പറഞ്ഞത് ഇങ്ങനെയാണ്, പെട്ടെന്ന് എന്തോ എൻ്റെ ഈ ശിരസിൽ തരിപ്പ് പോലെ ഇങ്ങനെ അനുഭവിക്കാൻ തുടങ്ങി. എന്തോ തൻ്റെ ശരീരത്തിൽ നിന്നും വിട്ടു പോകുന്നത് പോലെ തനിക്ക് അനുഭവപ്പെട്ടു എന്നാ പറയുന്നത്. ഈ അതിനുശേഷം ആ അന്നത്തെ പ്രാർത്ഥന ഒരു പ്രത്യേകമായ ദൈവസ്പർശനം ഉണ്ടായതിനു ശേഷം സിസ്റ്റർ വീട്ടിൽ ചെന്നു. നീണ്ട 5.5 വർഷക്കാലം തൻ്റെ ജീവിതത്തെ ഒഴിയാബാധ പോലെ ബുദ്ധിമുട്ടിച്ചിരുന്ന മനുഷ്യരെല്ലാം പരാജയപ്പെട്ട ഇടത്ത് അന്ന് പ്രാർത്ഥിച്ചപ്പോൾ തൻ്റെ ശരീരത്തിലേക്ക് ഇറങ്ങിയ ദൈവ സാന്നിധ്യം തന്നെ ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരുന്ന മൂത്രാശയ സംബന്ധമായ രോഗത്തെ എന്നേക്കുമായി യേശു കർത്താവ് എടുത്തു മാറ്റി പൂർണ്ണ സൗഖ്യം കൊടുത്തു. പിന്നീട് ആന്റിബയോട്ടിക് ഇഞ്ചക്ഷൻ്റെ ആവശ്യം വന്നിട്ടില്ല, കഷായം കുടിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. പൂർണ്ണ ആരോഗ്യവതിയായി കർത്താവ് എന്ന ബ്രദറിന്റെ മുൻപാകെ ഈ രണ്ടാമത്തെ ഇപ്പോൾ നടക്കുന്ന ഈ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ സാക്ഷിയായി, യേശുവിന്റെ സാക്ഷിയായി ബ്രദറിന്റെ അരികിൽ ഈ സിസ്റ്ററിനെ നിർത്തിയിരിക്കും. പറഞ്ഞതെല്ലാം സത്യമാണോ സിസ്റ്ററെ? 5.5 വർഷം ഈ പ്രയാസമുണ്ട്. ആശുപത്രിയിൽ കിടക്കേണ്ടിയിരുന്നു, ഇടയ്ക്കിടയ്ക്ക് ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വരും. വീട്ടിൽ വരും. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഭേദമുണ്ട് വെച്ചാൽ ഭേദമുണ്ട്. 2 ദിവസം ഒരു ഭേദമുണ്ടാവും, പിന്നെ വീണ്ടും തുടങ്ങുന്ന അസുഖം. ഞാൻ കുറച്ച് ദിവസമൊക്കെ മിണ്ടാതിരിക്കും, പിന്നെ കുറേ ദിവസം ഇങ്ങനെ ഇടവിട്ട് 5.5 വർഷത്തോളം ഈ പ്രയാസം ഉണ്ടായിരുന്നു. ഇവിടെ പ്രാർത്ഥിച്ച സമയത്ത് എന്തോ ഒരു ശരീരത്തിൽ അനുഭവിച്ചെന്ന് പറയാം, അതെന്താണെന്ന് പറയാമോ? പോലെ വന്നു. പിന്നെ ഞാൻ വീട്ടിൽ പോയതിനു ശേഷം ഇതുവരെ മരുന്ന് കഴിച്ചിട്ടില്ല. ആ പ്രയാസം ഉണ്ടായിട്ടില്ല. ഞാൻ TV-യിൽ ഇങ്ങനെ കാണുമ്പോൾ അങ്ങനെ വിചാരിക്കും അടുത്ത എവിടെയെങ്കിലും ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ഉണ്ടായ വരണമെന്ന്. ഏകദേശം 7 മാസത്തോളമായി ഈ പ്രയാസം വന്നിട്ടില്ല. അതിനുവേണ്ടി മരുന്നും കഴിച്ചിട്ടില്ല. ഇന്നിപ്പോൾ ഈ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിൽ ഇരിക്കുന്നവരോട് ഞാൻ പറയും, ഇതുപോലെ വർഷങ്ങളായോ മാസങ്ങളായോ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ ഇതേ ഹാളിൽ വെച്ച് കഴിഞ്ഞ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിൽ കർത്താവ് സൗഖ്യം കൊടുത്തെങ്കിൽ ഇന്ന് നിങ്ങളുടെ ഊഴമാണ്. ദിസ് ഈസ് യുവർ ടേൺ. ഈ സാക്ഷ്യ മാധ്യമങ്ങളിലൂടെ കാണുന്നവരോട് പറയട്ടെ, ഇന്ന് നിങ്ങളുടെ ഊഴമാണ്. യേശു നിങ്ങളെയും തൊട്ട് സൗഖ്യമാക്കാൻ ആഗ്രഹിക്കുന്നു. 2 കരങ്ങളും ഉയർത്തി, കർത്താവെ, അത്ഭുതകരമായൊരു സൗഖ്യം ഈ സഹോദരിക്ക് കൊടുത്തതിനാൽ ഞങ്ങൾ നന്ദി പറയുന്നു. എന്നാൽ ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഈ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നവർ, കൈകൾ നീട്ടി പ്രാർത്ഥിക്കുന്നവർ, വിശ്വസിക്കുന്നവർ, അവർക്ക് വേണ്ടി ഒരത്ഭുതം ഈ നിമിഷങ്ങളിൽ അങ്ങ് ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വലിയ രോഗസൗഖ്യം ലോകം എമ്പാടും നടക്കട്ടെ. രോഗികളെ സൗഖ്യമാക്കുന്നവനാണ് യേശുവെന്ന് വീണ്ടും അങ്ങ് തെളിയിക്കുന്നതിനാൽ നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇപ്പോൾ കേട്ട ദൈവിക സന്ദേശത്തിൻ പ്രകാരം, അത്ഭുത സാക്ഷ്യം പ്രകാരം നിങ്ങളുടെ ജീവിതത്തിലും ഒരു അത്ഭുതം പ്രവർത്തിക്കുവാൻ കഴിവുള്ളവനാണ് ദൈവം. വരൂ, നമുക്ക് വിശ്വാസത്തോടെ അത്ഭുതത്തിനായി പ്രാർത്ഥിക്കാം. ഇനി നമ്മൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാനായി പോവുകയാണ്. പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസത്തോടുകൂടെ കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാണ്. കർത്താവെ, ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഇന്നത്തെ പ്രാർത്ഥനയിൽ പങ്കാളികളായിരിക്കുന്ന ഓരോ വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിലെ ആവശ്യങ്ങളെ അങ്ങ് നിവർത്തിയാക്കണമേ കർത്താവെ. പ്രയാസങ്ങൾ മാറിപ്പോകട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. വേദനകൾ മാറിപ്പോകട്ടെ കർത്താവെ. രോഗങ്ങൾ മാറിപ്പോകട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു കർത്താവ്. ശരീരം മുഴുവൻ ഒരു തരത്തിൽ വലിച്ചിൽ പോലെ അനുഭവിക്കുന്ന ശരീരത്തിലെ പേശികളെല്ലാം
രോഗികളെല്ലാം ഇങ്ങനെ വലിഞ്ഞുകൊണ്ടിരിക്കുന്നത് പോലെ അനുഭവിക്കുന്ന ഒരു രോഗിയെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കിയാണ്. യേശുവിൻ്റെ നാമത്തിൽ അത്തരത്തിലുള്ള രോഗികൾ സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്യാൻസറുകൾ ഈ സമയത്ത് സൗഖ്യമാകട്ടെ. കണ്ണിനകത്ത് വന്നിട്ടുള്ളൊരു ക്യാൻസർ കർത്താവ് ഇപ്പോൾ അത് സൗഖ്യമാക്കിയാണ്. യേശുവിൻ്റെ ശക്തി നിങ്ങളുടെ ശരീരത്തിൽ ഈ സമയത്ത് ഇറങ്ങി വരികയാണ്. വയറിന് അകത്ത് കാണപ്പെടുന്ന കീഴ്വയറിൻ്റെ ഭാഗത്ത് കാണപ്പെടുന്ന ചില പ്രത്യേക അസുഖങ്ങൾ എല്ലാം ഇപ്പോൾ കർത്താവ് സൗഖ്യമാക്കിയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യം നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. വായിക്കകത്തുനിന്ന് എപ്പോഴും ഉമിനീര് വന്ന് നിറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് കാണിക്കുന്നു. ഇപ്പോൾ സൗഖ്യമാവുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായ സൗഖ്യം കർത്താവ് ഈ സമയത്ത് നിങ്ങൾക്ക് നൽകുകയാണ്. കർത്താവ് ഇപ്പോൾ എല്ലാവിധത്തിലുള്ള രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിൽ ഒരു വലിയ വിടുതലുണ്ടാകട്ടെ, ആശ്വാസമുണ്ടാകട്ടെ, സമാധാനമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് നീ അങ്ങനെ ചെയ്തതിനായി നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ ഈ എപ്പിസോഡ് വീക്ഷിച്ചതിന് പ്രത്യേകമായ നന്ദി എല്ലാ പ്രിയപ്പെട്ടവരോടും ഞാൻ അറിയിക്കുകയാണ്. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ ദൈവകൃപയിൽ വളരുവാൻ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നാളത്തെ എപ്പിസോഡ് കാണാൻ മറക്കരുത്. നാളത്തെ എപ്പിസോഡിലൂടെ നമുക്ക് വീണ്ടും കാണാം.